ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്നും വീഡിയോ ഇടുന്നുണ്ട്. എന്നാലും അതിനേക്കാളും കുറച്ചും കൂടെ സന്തോഷത്തിൽ ഇന്ന് വീഡിയോ ഇടാം കേട്ടോ. കാരണം ഇവിടെ ഇത്രയും 3 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടെ പോയി. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. കാരണം നമ്മൾ ഗുരുവായൂരൊക്കെ പോലെ ഇവിടെ അപ്പോൾ ഞങ്ങൾ പോകാനോ കാണാനോ ഒന്നും പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്പലത്തിനുള്ളിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക, സാറ് ഞങ്ങളെ അവിടെ വരെ കൊണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച്, അമ്പലത്തിൽ പോവല്ലേ, പിന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോരോ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കാഴ്ച. ഞങ്ങളങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ പോയി. പക്ഷെ അതെന്തായാലും തെറ്റിയില്ല കേട്ടോ. ആ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ വെച്ചത്ര തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന്. എന്താ പറയുക, ഗോപുരങ്ങളൊക്കെ നമ്മൾക്ക് എന്താ പറയുക, മറ്റേ ഞാൻ ഇതുവരെ തഞ്ചാവൂർ പോയിട്ടില്ല. പക്ഷെ തഞ്ചാവൂരിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്കിവിടെ പോയപ്പോൾ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മൂന്നാൾക്കും ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. കാരണം വെള്ളി ശനി ഞായറോട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തിരക്ക് കുറവുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഉള്ളിൽ കയറി, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നപ്പോൾ തന്നെയാണ് മനസ്സിലായത്, ചെറിയ ക്യൂ അല്ല, അത്യാവശ്യം നല്ല വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ ഒരു പകുതി വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി വിഗ്രഹം ഞങ്ങൾക്ക് കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് കാണുന്നതും ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ തന്നെ പറയുമായിരുന്നു, രാത്രി ഇത്ര ഭംഗിയാണെന്നുണ്ടെങ്കിൽ പകൽ എത്ര ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് തൊണ്ടയൊക്കെ വറ്റാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയി ഇരുന്നു. കുറേ ലേറ്റായിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് എനിക്ക് അത്രയ്ക്കും ചോളം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചോളം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആയിരിക്കും ചോളം ഇഷ്ടമല്ല, ആയിരിക്കും മാങ്ങ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നടന്നിട്ടാണ് മാങ്ങ കിട്ടിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന നേരത്ത് ഓട്ടോയിൽ കയറിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഓട്ടോയിൽ ഭയങ്കര കഴുത്താറവാണ് അവിടെ. ഇവിടെ ഒരു ഓട്ടോ വാങ്ങി ഓടിച്ചാൽ രക്ഷപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ.